അല്ലേ? അതിഥി ദേവോ ഭവ അല്ലേ? അതിനപ്പുറത്തേക്ക് അവർ വന്നു പോയതിന് ശേഷം സമൂഹത്തിലേക്ക് കുറെ സദാചാരവോളികൾക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടേക്കാണ്. ആ പോസ്റ്റ് ഇപ്പോൾ അവിടെ കാണാനൊന്നുമില്ല കേട്ടോ. ആ പോസ്റ്റൊക്കെ മുക്കിയെന്ന് തോന്നുന്നു സാറ്. ഓക്കെ, തെറ്റായ സന്ദേശം. ഇദ്ദേഹം നൽകിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സമൂഹത്തിൽ വലിയ വലിയ നന്മയുള്ള സംഭവങ്ങളൊന്ന് പറയണേ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ മലയാളത്തിലൊരു വാക്കുണ്ട്, അത് പച്ച മലയാളത്തിൽ അങ്ങനെ തന്നെ ഞാൻ പറയുന്നില്ല, കാരണം ഡാഷ് തരം. ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾ ഫിൽ ചെയ്തോ, കാരണം കൊച്ചുകുട്ടികൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് പറയാത്തതാണ്, പച്ചയ്ക്ക് പറയേണ്ട ഒരു കാര്യമാണിത്. അതായത് നിങ്ങൾ, ഞാൻ, നമ്മുടെ ഈ സമൂഹം, നമ്മുടെ മുൻകാലങ്ങളിൽ ജീവിച്ച് മരണപ്പെട്ട നമ്മുടെ പൂർവികർ, ഇങ്ങനെ അടക്കമുള്ള ആൾക്കാരുണ്ട് അല്ലേ? ഇതിനിടയിൽ തന്നെ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇടയിലൊക്കെ എല്ലാതരം വ്യത്യസ്ത തരത്തിലുള്ള എന്താ പറയുക ജെൻഡറുകളുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹം. എങ്കിലും ചിലർക്കെങ്കിലും ഇതൊക്കെ അറിയാമെന്നിരിക്കെ പോലും എല്ലാ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും അവരിൽ നിന്നും ട്രാൻസാക്ഷനിലൂടെ അവരുടെ അധ്വാനത്തിൽ നിന്നും ഒരു തുക കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറുമ്പോൾ ചക്രവർത്തിമാരായിട്ട് വിലസുമ്പോൾ അതിൻ്റെ ആ ഒരു സൗഭാഗ്യങ്ങളുടെ ഏറ്റവും നിറകയിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ പിന്നീട് തരംതിരിവ് തുടങ്ങും. പണക്കാരൻ, മതം, ജാതി, വർഗം, വർണ്ണം, ജെൻഡർ, ഇങ്ങനെ അടക്കം പല കാര്യങ്ങളിലേക്ക് ഒരു ചിന്ത വരും. അപ്പോൾ എന്ത് സംഭവിക്കും? തൻ്റെ ഏറ്റവും കൂടുതൽ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത്, തനിക്ക് ഉള്ള സൗഹൃദങ്ങളിൽ ഏറ്റവും കൂടുതൽ വലിയത് പണക്കാരാണ്, പണമാണ് എന്നുള്ളത് നോക്കുമ്പോൾ അവിടെ ചിലതൊക്കെ അവരുടെയൊക്കെ മൊത്തത്തിൽ ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമുക്ക് അതുവരെ ഇല്ലാത്ത ചില ത്വരകളും ചില ചിന്തകളൊക്കെ വരും. ഇവിടെ അത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ വിളിച്ചു വരുത്തിയിട്ടെ ഇത് കാണിച്ചേക്കുന്ന അതിനപ്പുറത്ത് വലിയൊരു വാക്കില്ല. അതാ പറഞ്ഞ വിളിച്ചു വരുത്തി ആഹാരവും ഒക്കെ കൊടുത്ത് സ്വന്തം വീടിൻ്റെ പാർപ്പിടത്തിൻ്റെ അകത്ത് നമ്മുടെ ഫൈസൽ മലബാറിൻ്റെ കാര്യം പറയുന്നത്. അവിടെ ആദിലെയും നൂറേയും അവരെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷണിക്കാതെ അവർ കയറി പോവോ? നിങ്ങളോ ഞാനോ പോവോ? എവിടെയെങ്കിലും പോവോ? ഇല്ലല്ലോ. അങ്ങനെ ആ ഒരു വിളിച്ചു വരുത്തി ആ ചടങ്ങിൽ അവരവിടെ എത്തുന്നു. അതിനകത്ത് എല്ലാവരെ പോലെ വളരെയധികം ഈ ആദിലെയും നൂറേയും ഇത് എത്രത്തോളം ഹേർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങളോ ഞാനാണെങ്കിൽ എന്തായിരിക്കും? വലിയ വലിയ ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ പോയിട്ട് അടുത്ത ദിവസം ആ വ്യക്തി തന്നെ പബ്ലിക്കായിട്ടൊന്ന് പോസ്റ്റ് ഇടുന്നു. പോസ്റ്റ് വായിക്കാം കേട്ടോ, ഭയങ്കര രസമുള്ള പോസ്റ്റാണ്. അതിനുശേഷം വേറെ കുറേ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് ചില കാര്യങ്ങളോട് നമ്മൾ സംസാരിക്കാതെ പോകാൻ പാടില്ല, അതും കൂടെ ഞാൻ കാണിക്കാം. ആദിലെയും നൂറേയും വന്നത് എൻ്റെ അറിവോടെയല്ല, സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു. ഈ സമൂഹത്തിൻ്റെ അകത്ത് ഞാനില്ല കേട്ടോ. ഇദ്ദേഹം ക്ഷമ ചോദിച്ചില്ലേ, അദ്ദേഹം പറയുന്നൊരു സമൂഹം, ആ സമൂഹത്തിൽ ഞാനില്ല. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇദ്ദേഹം പറയുന്ന ആ സമൂഹത്തിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഫൈസൽ AK മലബാർ: എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോള തലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. സത്യമാണ്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സ്വർഗസമാനമായ രീതിയിലേക്കുള്ള ആ സംഭവത്തിൻ്റെ അകത്ത് 2 പെൺകുട്ടികൾ വന്നു. അദ്ദേഹത്തിൻ്റെ അറിവോടെയല്ല, ചിലപ്പോൾ ശരിയായിരിക്കാം, അറിവോടെയല്ല. പൊതുസമൂഹത്തിലെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും, മനസ്സിലാക്കണം, പൊതുസമൂഹത്തിലെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം. ഓഹോ, പുതുതലമുറയ്ക്ക് നല്ല സന്ദേശമൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ടോ? ബിഗ് അപ്ലോസ്. ഓക്കെ, സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. അത് ഇദ്ദേഹത്തിന്റെ ആ ചടങ്ങിൽ പങ്കെടുത്ത 2 പെൺകുട്ടികൾ സ്വന്തം വീട്ടുകാരെയും മറ്റുള്ളവരെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ അടുത്ത തലമുറയ്ക്ക് ഇദ്ദേഹത്തിലൂടെ അവിടെ വിളിച്ചു വരുത്തി ഇങ്ങനെ സംഭവിച്ചേ. എന്ത് തേങ്ങാക്കൊലയായിക്കൊണ്ട് പോട്ടെ, സ്വന്തം വീട്ടിൽ വന്ന് ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്ത് അവരെ സ്വീകരിച്ച് നമ്മളിരുത്തി എന്തു ആയിക്കൊണ്ട് പോട്ടെ, നമ്മുടെ വീട്ടിലേക്ക് വന്ന നമ്മുടെ ശത്രു പോലും നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ തള്ളിപ്പറയരുത്. അവർക്ക് നമ്മളെ ആഹാരം കഴിച്ചില്ലെങ്കിൽ അവർ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അമ്മയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളൊന്നും ഇവരെപ്പോലൊന്നും വലിയ ആൾക്കാരൊന്നുമല്ല, എങ്കിലും പറയുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളോട് വളരെ ബഹുമാനത്തോട് പെരുമാറുകയും അവരെ പരമാവധി നന്നായിട്ട് സൽക്കരിച്ച് വിടുകയും ചെയ്യുന്നുള്ളൊരു കാര്യത്തിനപ്പുറം അല്ലേ, അതിഥി ദേവോ ഭവ അല്ലേ, അതിനപ്പുറത്തേക്ക് അവർ വന്നു പോയതിന് ശേഷം സമൂഹത്തിലേക്ക് കുറെ സദാചാരവോളികൾക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടേക്കാണ്. ആ പോസ്റ്റ് ഇപ്പോൾ അവിടെ കാണാനൊന്നുമില്ല കേട്ടോ. ആ പോസ്റ്റൊക്കെ മുക്കിയെന്ന് തോന്നുന്നു സാറ്. ഓക്കെ, തെറ്റായ സന്ദേശം. ഇദ്ദേഹം നൽകിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സമൂഹത്തിൽ വലിയ വലിയ നന്മയുള്ള സംഭവങ്ങളൊന്ന് പറയണേ. അദ്ദേഹം സ്വർണ്ണ മുതലാളിയായിരിക്കാം, അദ്ദേഹം കോടാനു കോടീശ്വരനായി, ചിലപ്പോൾ ഇന്ത്യ തന്നെ വിലയ്ക്ക് വാങ്ങാനുള്ള പൈസ ഇവർക്ക് കൊണ്ടായിരിക്കാം. ഇവരെപ്പോലുള്ള വലിയ വലിയ ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനെ ചോദ്യം ചെയ്യലായിരിക്കാം. ഇതൊന്നും വലിയ ചർച്ചയാവത്തില്ലായിരിക്കും. 2 ദിവസം കഴിയുമ്പോഴേക്കും ഒരു കോപ്പയിലുള്ള ഒരു ചെറിയൊരു നീർക്കുമ്പള പോലെ അത് ഒഴിവായേക്കാം. അല്ലാതെ, കാരണം ഇത് പണക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും പ്രമുഖരായിട്ടുള്ള ഈ ജൽപ്പനങ്ങൾ അടിക്കുന്ന ആൾക്കാർ ഇതിനെ സംസാരിക്കുന്നത് വരത്തില്ല. നോക്കിക്കോ നിങ്ങൾ. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്താണ്?
മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. സ്റ്റിൽ ഞാൻ പറയുന്നു, അദ്ദേഹം ഈ ക്ഷമ ചോദിച്ച സമൂഹത്തിൻ്റെ അകത്ത് ഞാൻ പെടുന്നില്ല. നിങ്ങൾ പെടുന്നെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിലേക്ക് നുറയ്ക്കും ഇവിടെ കൈ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഫൈസൽ മലബാറിനാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് ഞാൻ പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. ഇദ്ദേഹം പറഞ്ഞ ആ പൊതുസമൂഹത്തിൻ്റെ അകത്ത് ഈ കുട്ടികൾ ഒഴികെയുള്ളവർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരും ഈ ഒരു കളങ്കത്തിന് അർഹരാണ്. അതായത് ഇദ്ദേഹം ആദിലെ നൂറയും മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ആദിലെ നൂറയും പൊതുസമൂഹത്തിനോടൊപ്പം ബാക്കിയുള്ള അവിടെ വന്നേക്കുന്ന മുഴുവൻ ആൾക്കാരും ഇതിനെ ഈ ഒരു സംഭവത്തിനകത്ത് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ വലിയ ആഡംബര സമുച്ചയത്തിലേക്ക് വന്നു പോയി അവരാരെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഒരു വാക്കെങ്കിലും പറയുന്നുണ്ട്. അതാണ് പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന കുറേയധികം ബന്ധങ്ങളുണ്ട്. അവരെ വിളിച്ചു വരുത്തിയ പിന്നെ കടപ്പാടാണ്. നമ്മളൊരു സുഹൃത്തിന് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരാൾ ചായ വാങ്ങി തന്നാണെങ്കിൽ പോലും നമുക്ക് പിന്നെ പെട്ടെന്ന് അവർക്കെതിരെ ഒന്നും പറയാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല. തോന്നിയാലും അവർ ചെയ്താലും നമുക്ക് പറയാൻ തോന്നുന്നു. ആ ഒരു കടപ്പാട് വരും. സോ കടപ്പാട് ഉണ്ടാക്കി എടുക്കുകയാണ്. കാരണം ഒരുപാട് വലിയ വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. പിന്നെ ഇവരെ പോലുള്ള ആൾക്കാരില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചാനൽ മേഖലകൾ, മറ്റുള്ള സംഭവങ്ങൾ, പരസ്യ മേഖലകൾ, ഒരുപാട് ആൾക്കാർക്ക് തൊഴിലില്ലാതെ ആവുന്ന ഒരു സാഹചര്യം വരെ ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കണം രമണ, എന്താണ് ഇവരുടെ ഒരു വലിപ്പമൊന്നും. നമ്മളെ കൊണ്ടൊന്നും പറ്റാത്ത, നമ്മളൊന്നും കൂടുന്ന കാര്യങ്ങളൊന്നുമല്ല. വളരെ വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ വലിയ വലിയ ആൾക്കാർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഈ ഒരു സാധനങ്ങൾ കണ്ടിട്ട് സൈഡിൽ മിണ്ടാതെ നിൽക്കണം. ഇനി വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. അടുത്ത വേറൊരാളുടെ പോസ്റ്റാണ്. അയാൾ ക്ഷമ ചോദിച്ച സമൂഹത്തിൽ ഞാൻ പെടില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് നിങ്ങളോടൊപ്പം, പൂമ്പാറ്റകളെ നിങ്ങളോടൊപ്പം എന്നാണ്. ഈ ബട്ടർഫ്ലൈ എന്നുള്ള സംഭവത്തിന് ചില ആൾക്കാർക്ക് ചില അർത്ഥം. ഞാൻ ഇന്ന് ഇതേ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇട്ട സമയത്ത്, നീ പൂമ്പാറ്റ സ്നേഹിയല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ്. ഈ പൂമ്പാറ്റ സ്നേഹം എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് കത്തിയില്ല. എന്ത് പൂമ്പാറ്റ സ്നേഹം മനസ്സിലായല്ലോ, എന്താ പൂമ്പാറ്റ സ്നേഹം എന്ന് നിങ്ങൾക്ക് കത്തിക്കാണുമല്ലോ. അങ്ങനെ സംഭവം ഇവിടെ ഉദ്ദേശിക്കുന്ന ബട്ടർഫ്ലൈസ് എന്ന് വെച്ചാൽ പറക്കുക എന്നുള്ള കാര്യമാണ്. ഈ പൂമ്പാറ്റ സ്നേഹം പോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഏത് കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണെങ്കിലും അവർ മനുഷ്യരാണ്. നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന റെസ്പെക്റ്റ് അവരും അർഹിക്കുന്നു. അവർ അംഗീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ ക്ഷമ ചോദിക്കുന്ന സമൂഹത്തിൽ കൂട്ടരുത്. മലയാളത്തിൻ്റെ മോഹൻലാൽ അംഗീകരിച്ചവരാണ് അവർ. മോഹൻലാലിനെ പോലെ, എന്നെ പോലെ, നമ്മളെപ്പോലെ ഇവരാരും അംഗീകരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ആരും അംഗീകാരത്തിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളോ എൻ്റെ അംഗീകാരത്തിന് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊന്നും ആവശ്യമില്ല. അവരെ ജീവിക്കുക, അവരുടെ ജീവിതം ജീവിക്കട്ടെ. നമ്മൾ ഇടപെടുകയേ വേണ്ട. അവർ അംഗീകരിക്കാനും പോകണ്ട, അംഗീകരിക്കാതിരിക്കാനും പോകണ്ട, ഒന്നിനും പോകണ്ട. അവരുടെ ജീവിതം അവർ ജീവിക്കട്ടെ. അവരെങ്ങനെ പോയിക്കോട്ടെ. ഇദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള അവിടെ മുഴുവൻ ആൾക്കാരും വന്നു പോയതിൻ്റെ അകത്ത് ഒരു ഹോമോ സെക്ഷൽ ആയിട്ടുള്ള ആളും വന്നിട്ടില്ല എന്നാണോ? വന്നിട്ടുണ്ടാവത്തില്ല. അതിലേക്ക് നൂറയ്ക്ക് മാത്രം എന്തേ അയിത്തം കൽപ്പിച്ച് മറ്റേ പടിയടച്ച് പിണ്ടം വെച്ച് മറ്റേ തെങ്ങും കൊണ്ട് നട്ടത്? അതെന്തിനാ? അതായത് ഈ ചടങ്ങിൽ ഏറ്റവും പ്രശസ്തരായ ആൾക്കാരെ വിളിച്ചു, പ്രഗത്ഭരായ ആൾക്കാരെ വിളിച്ചു, എല്ലാം വിളിച്ചു വരുത്തി. അതെല്ലാ ആൾക്കാരും വന്നു ചടങ്ങിൽ പങ്കെടുത്തു. വിശേഷിച്ച് അതെല്ലാം ഭയങ്കര സെറ്റപ്പായി. നല്ലതായിരിക്കട്ടെ. അവരുണ്ടാക്കി അധ്വാനിച്ച പണം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമായിരിക്കും. വളരട്ടെ. ഒരിക്കലും ഒരു ധനവാനെ കണ്ടിട്ട്, അവൻ്റെ ധനം കണ്ടിട്ട് അവനോട് നമ്മൾ ഒരിക്കലും ഒരു അസൂയയോ മോശമായിട്ടോ പറയാൻ നിൽക്കരുത്, അവൻ്റെ പണം കണ്ടുകൊണ്ട്. കാരണം പണം ഓരോരുത്തരും ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലൊരു പ്രയത്നമുണ്ട്. അത് ഉണ്ടാക്കാൻ കഴിയാത്ത അത് നമ്മൾ ഇല്ലാന്ന് കരുതിയിട്ട് പണമുള്ളവനെ നമ്മൾ ആ ഒരു പേര് വെച്ച് കളിയാക്കാൻ പാടില്ല. ബട്ട് കോണ്ടെക്സ്റ്റ് അങ്ങനെയല്ല. ഇന്ന് വരെ നമ്മൾ ഇവരെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മനുഷ്യത്വഹീനമായ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും, എന്ത് തരത്തിലായിക്കോട്ടെ, ഇദ്ദേഹത്തിൻ്റെ അറിവോടെയല്ല, മറ്റേതെങ്കിലും PR മറ്റുള്ള സംഭവങ്ങൾ വഴിയൊക്കെ ആയിരിക്കാം മേ ബി. കാരണം അവരൊക്കെ വലിയ ആൾക്കാരാണ്, അവരെ നേരിട്ട് ഇടപെടുന്നതായിരിക്കില്ല. ശരി, വന്നു, സ്വന്തം വീട്ടിൽ വന്നിട്ട് പോയതല്ലേ, അതങ്ങ് വിട്ടേക്കണ്ടേ? അതിനെന്തിനാ സമൂഹത്തിനോട് മറുപടി പറയുകയും ക്ഷമ ചോദിക്കുകയും എന്നിട്ട് ആ പോസ്റ്റ് മുക്കുകയും ചെയ്യുന്ന മുതലാളി അല്ലേ? മുതലാളിയുടെ ഈ കടകളിലേക്ക് വന്ന് വാങ്ങുന്നതിനകത്ത് എത്ര ഹോമോസെക്ഷൽ ആയിട്ടുള്ള, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള, മറ്റ് പല ഈ LGBT കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആൾക്കാർ എത്ര പേരുണ്ടാകും? എത്ര ആൾക്കാർ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഗോൾഡ് വാങ്ങിയിട്ടുണ്ടാവും, നിങ്ങളുടെ മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്നും പല സാമഗ്രികളും വാങ്ങിച്ചിട്ടുണ്ടാവും. അവരുടെ അധ്വാനത്തിൻ്റെ നിന്ന് ഒരു പൈസയെങ്കിലും നിങ്ങളുടെ ആവനാഴിയിലേക്ക്, നിങ്ങളുടെ ഖജനാവിലേക്ക് വന്നിട്ടുണ്ടാവില്ലേ? ഇല്ലേ? ആ സമൂഹത്തിൻ്റെ അകത്താണ് അവരെ മാറ്റി നിർത്തിയൊരു സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ പറഞ്ഞ് വിട്ടിത്തമാണ്. എന്തിന് സപ്പോർട്ട്? അവർക്ക് ആരുടെ സപ്പോർട്ട് വേണം? അതിലേക്ക് നൂറയ്ക്ക് ഒരു മനുഷ്യൻ്റെ സപ്പോർട്ട് വേണ്ട. അവരവരുടെ ജീവിതം ജീവിക്കട്ടെ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക. നമ്മളൊക്കെ വലിയ പെർഫെക്റ്റ് ആണ്. നമ്മൾ ഹെറ്ററോസെക്ഷൽ ആണ്, നമ്മൾ സ്ട്രെയിറ്റ് ആണ്, നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്. നമ്മുടെ കയ്യിൽ മോശമായൊരു കാര്യമില്ലെന്നേ. നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്. ഇല്ല, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്. ബട്ട് അവർ മോശമാണ്. അവരെന്താണ്? അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ജീവിതമേ മാത്രം ഉള്ള ആ ഒരു സ്ഥിതിക്ക് ആ ഒരു ജീവിതം ആസ്വദിക്കാം.
തൻ്റെ ഇഷ്ടത്തിനൊപ്പം ജീവിക്കാം, അല്ലാതെ വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചയച്ച് ഏതെങ്കിലും ഒരുത്തൻ്റെ ലൈഫിനെ നശിപ്പിച്ചിട്ട് പിന്നീട് അവൻ്റെ ജീവിതം കുളം തോണ്ടി എന്നൊക്കെ പറഞ്ഞ് ചീത്തപ്പേര് വാങ്ങിച്ചതിനെക്കാട്ടിലും സ്വന്തം ജീവിതം തിരഞ്ഞെടുത്ത 2 പെൺകുട്ടികൾ എന്താണാവോ. അല്ല, അപ്പനും അമ്മയൊക്കെ പറയുന്നത് പോലെ അങ്ങ് അടിവരയിട്ട് അതുപോലെ തന്നെ പോയി ജീവിച്ച് നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ആണോ ലോകത്ത് മൊത്തം ഉള്ളത്? ആ ഒരു തീരുമാനങ്ങൾ കൊണ്ട് എത്ര ജീവിതങ്ങളുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതുല്യയുടെ മരണം പോലും നമ്മൾ കണ്ടു. നമ്മൾ കണ്ടതാണ് ആ കുട്ടി ഗൾഫിൽ അല്ലേ, എന്താ സംഭവം? ഇതുപോലെ എത്ര പേര്, ഇതെല്ലാം വീട്ടുകാരെല്ലാം ആലോചിച്ച് കെട്ടിക്കൊടുത്തൊക്കെയാണ്. അത് ഹോമോസെക്ഷൽ എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത്തരം ഇദ്ദേഹം പക്കാ ഒരു ഹോമോഫോബിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്ഷമാപണത്തിലൂടെ വന്നേക്കുന്നത്. അതായത് സ്വർഗരതി അഥവാ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആൾക്കാരെ അടുപ്പിക്കാൻ കൊള്ളരുത്, അവരടുപ്പിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു പൊതു തത്വം ഏറ്റവും ബാഡായിട്ടുള്ള ഈ പുതിയ തലമുറ ആൾക്കാരെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അവരല്ല, നിങ്ങളാണ്. നിങ്ങളുടെ ഈ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് നിലനിൽക്കും കേട്ടോ. എന്തായാലും മനുഷ്യർ മനസ്സിൻ്റെ അകത്തിട്ടേക്കും, ഞാനും പെടില്ല. അങ്ങേര് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്ത് വിളിച്ച് വരുത്തിയിട്ട് നേരത്തെ പറഞ്ഞ വാക്ക് ഊമ്പിത്തരം പറഞ്ഞ് വളരെ മോശമാണ്. എന്നാൽ മോഹൻലാൽ അംഗീകരിച്ചതാണെന്ന് അവർ എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. ഞാനും ചിന്തിച്ചു ഹെഡിങ്ങിൻ്റെ അകത്ത് നിന്ന് മോഹൻലാൽ അംഗീകരിച്ചാൽ എന്താ? മോഹൻലാൽ അംഗീകരിച്ചാൽ എല്ലാം തികഞ്ഞെന്നാണോ? മോഹൻലാലാണോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സംഭവം? അദ്ദേഹത്തിനെ ഏറ്റവും മനസ്സായി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. എങ്കിലും അങ്ങനെ ഒരുത്തികളുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും ആർക്കും വേണ്ട ഈ ലോകത്ത്. ഒരാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടല്ല നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ ജീവിക്കേണ്ടത്. പലരും ചിന്തിക്കാറുണ്ട്. നിങ്ങളെപ്പോലെ പല ആൾക്കാർ എന്നോട് സംസാരിക്കുമ്പോൾ ചില സമയത്ത് ആങ്സൈറ്റി ഇഷ്യൂസ് വരും. ചില സമയത്ത് ചില ആൾക്കാർ പെരുമാറുന്ന രീതി കണ്ട് തകർന്നു പോകാറുണ്ട്. ചില ആൾക്കാരെ പറഞ്ഞാൽ മാത്രം മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു കാരണം കൊണ്ട് ജീവിതം പോയവരുണ്ട്. മനസ്സിലാവുന്നുണ്ട് എന്തുമാത്രം ആൾക്കാർ പെയിൻഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാട്. നമ്മൾ വളരെ കുറച്ച് ദിവസം മാത്രമേ ജീവിക്കുള്ളൂ. ആ ജീവിതമെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റണ്ടേ? അതിനിടയ്ക്കാണ് കുറേ ആൾക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ എടുത്ത് ദൂരെ കളയണം. സർട്ടിഫിക്കറ്റ് തേങ്ങാക്കൊല. മോഹൻലാൽ അംഗീകരിച്ചതുകൊണ്ട് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നുണ്ടോ? അങ്ങേര് കാണിച്ചത് അന്തയില്ലായ്മ. ഓക്കെ, അതിന് മോഹൻലാൽ അംഗീകരിച്ചതാണ് അവരെ. അത് സത്യം പറഞ്ഞു, അത് ന്യായമായ ക്വസ്റ്റ്യൻ ആട്ടോ. അത് എനിക്കും അത് ഇഷ്ടപ്പെട്ടു. ആതിര എന്ന് പറയും വീട്ടിൽ ക്ഷണിച്ചത് സമൂഹത്തിനോട് മാപ്പ് പറഞ്ഞ് മലബാർ ഫൈസലിക്ക. ഇയാൾ ചെയ്തത് ശരിയായ നടപടിയല്ല. വലിഞ്ഞു കയറി വന്നതല്ലോ, ക്ഷണസ്വീകരിച്ച് വന്നതല്ലേ. മനുഷ്യജീവികൾ എന്ന പരിഗണനയിൽ കൊടുക്കാമായിരുന്നു. വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തിട്ട് അടിപൊളി ഖേദപ്രകടനം. സത്യം. സോ ഇതാണ് മലബാർക്കല്ലല്ലോ, ഫൈസലിക്ക ആള് പുലിയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഇവിടെ നമ്മൾ കാണിച്ചു പോകുമ്പോഴേക്കും ഞാനിട്ട കമൻറ്റ് അതിനകത്ത് വേറെ ഇട്ട കമൻറ്റ് അതിനകത്തോടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 11ൻ്റെ കമൻറ്റാണ് രസം. ഇന്ന് പൂമ്പാറ്റ പ്രേമിയില്ലെന്ന് എന്നോട്. ഞാൻ ഇട്ട കമൻറ്റ് ഇതാണ്. ഞാൻ ഇട്ട കമൻറ്റാണ് കേട്ടോ. പബ്ലിക്കായിട്ട് തന്നെ കിടപ്പുണ്ട്. ഏതാണ്ട് 7 മണിക്കൂറിന് മുമ്പിട്ട കമൻറ്റാണ്. ആ പോസ്റ്റ് ഇത് തന്നെ സെയിം പോസ്റ്റ്. അതിനകത്ത് കൈ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു ഈ ഒരു പോസ്റ്റ്. അതിനകത്ത് ഇച്ചിരി ഉളുപ്പ് വേണം കോടീശ്വര. ഞാൻ തന്നെ പറഞ്ഞേക്കുന്നതാണ്. വിളിക്കാതെ ഒരിക്കലും ആ കുട്ടികൾ അങ്ങോട്ട് വരില്ല, കഷ്ടം എന്ന് പറഞ്ഞ് ഇട്ട ഒരു പോസ്റ്റ്. അതിൻ്റെ താഴെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരുത്തരം പൂമ്പാറ്റ പ്രേമി. എന്നാ നീ പോയി കേസ് കൊടുക്ക്. നടക്കണ്. എന്നാ നീ പോയി കേസ് കൊടുക്കട പൂമ്പാറ്റ മോഹി എന്ന്. പൂമ്പാറ്റ മോഹി എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ താഴെ ഞാനൊരു കമൻറ്റ് എഴുതിയതാണ്. പക്ഷേ എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം നമ്മുടെ ആ ഒരു ലെവല് ചേഞ്ചായി പോകുന്നൊരു കമൻറ്റാണത്. എനിക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിന് യാതൊരു വഴിയുള്ള ആളല്ല. കാരണം ഞാൻ നോട്ട് അറ്റ് ഓൾ പെർഫെക്റ്റ് പേഴ്സൺ. ഞാൻ എന്നെക്കുറിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്നെക്കുറിച്ചൊന്നും വാക്ക് പറയുന്നതല്ല കേട്ടോ. അസുരൻ, തെറ്റുകൾ ചെയ്യുന്നവൻ, സംഗീതവും എഴുത്തും ഭ്രാന്തായവൻ, എൻ്റെ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കട്ടെ. തെറ്റുകൾ ചെയ്യുന്നവനെന്ന് ഞാൻ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ആ ഒരു ബയോയിൽ നോക്കിക്കഴിഞ്ഞാൽ. അല്ലാതെ മാന്യനൊന്നുമല്ല, മഹാനന്മ മരവുമല്ല, ഒന്നുമല്ല. നിങ്ങളുടെ പോലുള്ള എല്ലാ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ നല്ലത് കണ്ടാൽ നല്ലത് പറയണം, മോശം കണ്ടാൽ മോശം ഒന്നും പറയണം. ഇതിനകത്ത് ഞാൻ നല്ലതും മോശത്തിൻ്റെ കഥ പറഞ്ഞെന്ന് വെച്ചാൽ, ഇവിടെ ഈ 2 പെൺകുട്ടികൾ അവിടെ പോയി അതിനകത്ത് പങ്കെടുത്തു. ആ സ്ഥലത്തെത്തി അവിടെ നിന്ന് പങ്കെടുത്ത് അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിച്ചിട്ട് പുറത്തേക്ക് പോയവരെ അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അപമാനിക്കുന്ന ഈ ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവർക്കല്ലാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇത് കാരണം അവർക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഈ പറഞ്ഞ ആദിലേക്ക് നൂറയ്ക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് സംഭവിക്കാനാ? ഒരു പുല്ല് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇനി ചിലപ്പം സാറ്, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണം പബ്ലിക്കിനോട് കേട്ടോ. മാപ്പ് പറയാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത്രയും ലജ്ജാവഹമായ ഒരു കാര്യം നമ്മുടെ മലയാളികൾ നമ്പർ 1 ആണ്. അതുപോലെ തന്നെ ഇവർ ഗോൾഡിലൊക്കെ നമ്പർ 1 ആയിരിക്കും തോന്നുന്നു. മലബാർ ഗോൾഡൊക്കെ ഭയങ്കര സംഭവം. കാരണം നമ്മളൊക്കെ മലബാർ ഗോൾഡിൻ്റെയൊക്കെ കസ്റ്റമേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ. കൊള്ളാം ഗൈസ്, കൊള്ളാം. ഈ എയർപോർട്ടുകളിലൊക്കെ വരുന്ന ഗോൾഡുകളൊക്കെ പിടിക്കാറുണ്ട് ചില സമയങ്ങളിലെ എയർപോർട്ടുകളിൽ.
എയർപോർട്ടിൽ വരുന്ന ഗോൾഡുകൾ കൊണ്ടുവരുന്ന ആൾക്കാരെ പിടിക്കുന്ന സമയത്ത് ഈ ഗോൾഡ് എവിടെ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നറിയാമോ? അത് വേറെ പല സ്ഥലങ്ങളിലും ഗുഹ്യഭാഗത്തൊക്കെ ഒളിപ്പിച്ചു കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ നടത്തിയിട്ട് ഇവിടെ ഗോൾഡുകളൊക്കെ എത്താറുന്നുള്ള വാർത്തകളെ കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില പേരുകളൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് കാണാറുണ്ട്. ഞാനിവിടെ എന്തായാലും പറയുന്നില്ല. അങ്ങനെ കുറേയധികം കാണാറുണ്ട്, കേൾക്കാറുമുണ്ട്. ഇന്നാൾ ബോബി ചെമ്മണ്ണൂരൊക്കെ ഇവിടെ പറയുന്നുണ്ട് കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് ബ്ലാക്കായിട്ട് നടക്കുന്ന പരിപാടികളെക്കുറിച്ച്, ഈ ഗോൾഡുകൾ വന്ന് പോകുന്ന സംഭവം. ഇതൊക്കെ ഗോൾഡ് ആരിലൊക്കെ വരുന്നത്? നിങ്ങളുടെ എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് ഗോൾഡ്. ഗോൾഡ് എവിടെയൊക്കെയാണ് പോവുക? ചിന്തിച്ചാൽ മതി. സോ ഗൈസ്, അതൊക്കെ ഞാനിതൊരു ടെയിൽ എൻഡായിട്ട് പറഞ്ഞെന്നുള്ളൂ. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ ഗൈസ്, ആദിലെ നൂറെ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് സമൂഹത്തിലിടയിലുണ്ട്. കാരണം ഒരു 100 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതൊക്കെ കുറ്റിയേറ്റൊക്കെ പോകും ഇങ്ങനെയുള്ള ടീംസുകളൊക്കെ. അതായത് ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ. കാലം മാറും, പുതിയ പിള്ളേർ വരും, അവർ ഇതിനെയൊക്കെ മാറ്റും. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ബൈ.